സിലു ടോക്സ് വിവാദം കത്തിപ്പടരുകയാണ്. അവരുടെ കുടുംബജീവിതത്തിന്റെ ഉള്ളറയിലെ പ്രശ്നങ്ങൾ അറിയാനാണ് നമുക്കിപ്പോൾ ആവേശം. പലരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കും പറയാനുണ്ട് ചില വിഷയങ്ങൾ. നിങ്ങൾ വിവാഹിതരാണോ? എന്നാൽ നിങ്ങളോടാണ് എനിക്കിത് സംസാരിക്കാനുള്ളത്. ഏതു ജീവിതത്തിലാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടാവാത്തത്? അതൊക്കെ ചിലർ പറഞ്ഞങ്ങ് തീർക്കും, ചിലത് വല്ലാതങ്ങ് വളരും. ഇതൊക്കെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പലരുടെയും കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നിട്ടും 90% കുടുംബങ്ങളുടെ പ്രശ്നങ്ങളും വലുതായി തകർന്ന തരിപ്പണമായി പോയതിന്റെ കാരണം മൂന്നാമതൊരാളുടെ ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ടല്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ സിലു ടോക്സിൻ്റെ വീഡിയോസുകളാണ്, ഡിവോഴ്സിൻ്റെ സംബന്ധിച്ച് വീഡിയോസുകളാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം. ഡിവോഴ്സ് എന്നൊരു വാക്ക് ആ പുള്ളിക്കാരി പറയുന്നിടം വരെ കാത്തിരിക്കുന്നത് പോലെയാണ്, കഴുക കണ്ണുകൾ പോലെയാണ് എല്ലാവരും കാത്തിരുന്നത് സിലുവിൻ്റെ ഇതിന് കേൾക്കാൻ വേണ്ടിയിട്ട്. സിലുവിന് ഇനി എന്താണ് പറയുന്നത് എന്താണ് പറയാത്തതെന്നില്ല, കൊത്തി കീറാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. ആ പുള്ളിക്കാരിൻ്റെ എത്രമാത്രം സത്യമുണ്ട്, പുള്ളിക്കാരി പറയുന്നത് ശരിയാണോ എന്താണെന്ന് പോലും നോക്കാതെ ആളുകൾ കൊത്തി കീറുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ, നിയാസ് ജൗഹരി എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ, കുടുംബജീവിതത്തിൽ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് മൂന്നാമതൊരാൾ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ്. ഭാര്യയും ഭർത്താവും തീർക്കേണ്ട പ്രശ്നങ്ങൾ അത് മൂന്നാമതൊരാൾ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ്. അതിൽ 90% ആ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്ന് തന്നെ പറയാം. പല ദാമ്പത്യങ്ങളും തകരുന്നത് മൂന്നാമതൊരാൾ ഇടപെട്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാകും, അതിനെ പറഞ്ഞ് ഊതിപ്പെരിപ്പിച്ച് അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നത് ഈ പറയുന്നത് പോലെ ആ ഒരു മൂന്നാമതൊരാളാണ്. എന്തായാലും നിയാസ് ജൗഹരി പറഞ്ഞ ഉസ്താദിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരുന്നു. കേട്ടു നോക്കൂ. നിങ്ങൾ പലരും ഇത് അനുഭവിച്ചവരല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരുപാട് സഹോദരിമാർ സ്ത്രീധനത്തിന്റെയും പീഡനത്തിന്റെയും ഇരയായി ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മളൊക്കെ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്താണ് പോസ്റ്റ് ഇട്ടത്? പെങ്ങളൂട്ടി എന്തിനാ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്? എന്തിനാ മോളെ നിന്റെ ജീവൻ നീ നശിപ്പിച്ചത്? വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്ന് അവർ നിന്ന് വിട്ടു നിന്നപ്പോൾ എന്തേ നമ്മളത് പറയാത്തത്? എന്തേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാത്തത്? നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തേനെ ഒരു പിടി കയറിൽ ആ സഹോദരി തന്റെ ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള 1000 നല്ല വാക്കിനേക്കാൾ ഉപകാരപ്പെടും എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്നവന്റെ മുമ്പിലെ ആശ്വാസത്തിന്റെ ഒരു വാക്കിന്. ഈ ഉസ്താദ് പറഞ്ഞതിൽ 100% ശരിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പെണ്ണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ അവൾ അഹങ്കാരി, അവൾ പ്രശ്നക്കാരി, അവൾ വേറെ ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ തരത്തിൽ ആ പെണ്ണിനെ ആക്കി തീർക്കും. പക്ഷേ ആ ഒരു പെണ്ണ് ഭർത്താവിൽ നിന്ന് ഇത്രയും പീഡനം സഹിച്ച് ചിലപ്പോൾ അവൾ മരണത്തിന് കീഴടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും നേരെ തിരിയും. അവൻ്റെ ഭാഗത്താണ് തെറ്റ്, ആ ഒരു പെണ്ണ് പാവമായിരുന്നു, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ആ സമൂഹത്തിൽ ജീവിക്കാനുള്ള ആ ഒരു പെണ്ണ് തൻ്റെ ഇടം കാണിക്കുകയാണെങ്കിൽ ഈ സമൂഹം തന്നെ അവൾക്ക് ഇടുന്ന പേരാണ് അവൾ തന്നിഷ്ടക്കാരിയാണ്, അവൾ അഹങ്കാരിയാണ്, അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. സിലുവിൻ്റെ ഓരോ വീഡിയോകളിലെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, എൻ്റെ പൊന്നോ എന്തെല്ലാം കമൻറ്റുകളാണ് അവൾക്ക് ഇടുന്നത്. അവൾ വേറൊരുത്തിൻ്റെ കൂടെ പോവുകയോ അവൾ വേറെന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അവൾ ആ 5 മക്കളെയും കൊണ്ട് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി താമസിക്കുകയാണ് ചെയ്തത്. നിങ്ങളാരും അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ കുത്തി കീറുന്നതും ഇങ്ങനെ കൊത്തി വലിക്കുന്ന ആ ഒരു ഇതും മാറ്റിക്കൂടെ? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു, നിങ്ങളുടെ പെങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയും. എങ്ങനെയൊക്കെ കമൻറ്റുകളാണ് അറിയും. ഞാനിട്ട വീഡിയോൻ്റെ താഴെ തന്നെ വന്ന് കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്കിത് വരേണ്ടതാണ്, അവൾ ഇത് ഇങ്ങനെയൊന്നും അല്ല, അവൾ ഇതിനപ്പുറം അവൾ അനുഭവിക്കേണ്ടതാണ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പലതരത്തിലും ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ തന്നെ ഇങ്ങനെയുള്ള അവളെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കമൻറ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കാണേണ്ടി വരുന്ന ആ ഒരു സിലു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളാരും ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളാരും അവളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മൗനം പാലിച്ചുകൂടെ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് മൗനം പാലിക്കുക, നിങ്ങൾ പറയാതിരിക്കുക. അവൾ ആ 5 മക്കളെ കൊന്ന് അവളും ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ആ 5 മക്കളെ ഉപേക്ഷിച്ച് വേറൊരുത്തിൻ്റെ കൂടെ പോവുകയോ അവൾ ചെയ്തിട്ടില്ല. അവൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നിങ്ങളാരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കൊത്തി കീറുകയല്ല ചെയ്യേണ്ടത്. എന്തായാലും ആ ഉസ്താദ് പറയുന്ന കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനും കഴിയില്ലെങ്കിൽ മൗനം പാലിക്കലല്ലേ നമുക്ക് നല്ലത്? അവരും ഒരു മനുഷ്യ ജന്മമല്ലേ, അവരും ഇവിടെ ജീവിക്കട്ടെ. അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് അവർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? നമുക്കിടയിൽ ഒരുപാട് പേർ നൊന്തു പ്രസവിച്ച മക്കളെ അറംകൊല ചെയ്തിട്ടും
കാമുകന്മാരോടൊപ്പം മക്കളെയും കളഞ്ഞിട്ട് പോകുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ അവർക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊരു പ്രയാസം വന്നു, തനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങി. അപ്പോഴും തന്റെ 5 മക്കളെയും ചേർത്ത് പിടിച്ചിട്ടാണ് അവർ യാത്രയായത്. അവരെന്നെ വിളിച്ചിരുന്നു, അവിടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞു. അവരപ്പോഴും പറയുന്ന തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വഷളാക്കാനോ അവർക്ക് താല്പര്യമില്ല. അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റുകൾ മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിലേക്ക് വരാം. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന നമ്മൾ എന്ത് നേടി? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരവരുടെ വഴിക്ക് വിട്ടേക്കുക. ഇൻഷാ അല്ലാഹ് അതല്ലേ ഏറ്റവും നല്ലത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ഉമ്മയും തമ്മിൽ ചില സമയങ്ങൾ ചെറുതായിട്ട് പിണങ്ങിയിട്ടില്ലേ? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ലേ? ആയിഷമ്മയുടെ കുട്ടി കുറുമ്പുകളൊക്കെ നിമിത്തങ്ങൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തത്. ഇസ്ലാമിലും അതിൽ വ്യക്തമായ മാതൃകയുണ്ട്. ഈ ദേഷ്യങ്ങളും പിണക്കങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിർവിട്ട് സംസാരിക്കും. അതൊക്കെ സ്വാഭാവിക, നമ്മുടെയൊക്കെ വീടുകളിലും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ അവർക്കതൊക്കെ മനസ്സിലാകും. അവർ പിന്നെ ഇണക്കുരുവികളാകും. ഇൻഷാ അല്ലാഹ് കാത്തിരിക്കാം നമുക്ക് നല്ലൊരു ദിവസത്തേക്ക് വേണ്ടി. പരിശുദ്ധമായ ഇസ്ലാമിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ 3 രൂപത്തിൽ അവർക്ക് അവരുടെ ജീവിതങ്ങളെ വേർപെടുത്താം. ഒന്നാമത്തെ ത്വലാഖാണ്, രണ്ടാമത്തെ ഫസ്സാണ്, മൂന്നാമത്തെ ഹുൽ ആണ്. അവർക്കിടയിൽ തീരെ ഒത്തൊരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ തീരെ താല്പര്യമില്ലാത്ത എന്നാൽ അനുവദനീയമായ 3 മാർഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവരുടെ കുടുംബജീവിതം ഒരുമിപ്പിക്കലാണ് ഖൈറെങ്കിൽ അല്ലാഹു ഒരുമിപ്പിക്കട്ടെ. അല്ലെങ്കിൽ എന്താണോ ഖൈറായ നിലക്ക് അല്ലാഹു തആല തീരുമാനമാക്കട്ടെ. അവർ ശരിയാണ്, ഈ ഉസ്താദ് പറഞ്ഞ ശരിയാണ്. എന്താണ് അവർ ഒന്നിച്ച് പോവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഹയറായിട്ട് ഒന്നിച്ച് പോവട്ടെ. ഇപ്പം സിലു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് ആ ഒരു ഇത് എന്നൊക്കെ പറയുന്നത് ചെറിയ ആളുകൾ ചിന്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ ഇതിലും എല്ലാം പുള്ളിക്കാർ ചിന്തിക്കുന്നത് പ്രായത്തിനുപരി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പല ആളുകളെയും മോട്ടിവേഷൻ ചെയ്തിട്ടും പല ആളുകളുടെ പല പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടും അതുപോലെ പലർക്കും സഹായങ്ങളും ഇതൊക്കെ ചെയ്ത് ഒരു ധീര വനിത തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഇത് എന്താണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അവൾ ആ തീരുമാനം എടുത്തത്. അല്ലാതെ ഒരു ഏതെങ്കിലും ഒരു പെണ്ണ് ഈ 5 മക്കളെയും കൊണ്ട് ഒരു നിമിഷം ഒരു പൊട്ടത്തരത്തിന്റെ പേരിൽ ആരും ഇറങ്ങി ചെല്ലില്ല. ഒരു വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി ചെല്ലില്ല. എന്താ പറയുക, ഈ 1-2 മക്കളെ നോക്കുന്നത് പോലെയല്ല ഈ 5 മക്കളെ നോക്കുന്നത്. അപ്പോൾ ഈ 5 മക്കളെയും കൊണ്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ഇതും അറിയാത്തവർ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് എന്തിനാ അങ്ങനെ കുരയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ റിയാക്ഷൻ ചെയ്യുന്നവർ, ഞാനും റിയാക്ഷൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അത് നേർവഴിക്കുള്ളത് നമ്മൾ കണ്ടതായിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഞാനൊരു വീഡിയോ ചെയ്തു, അതിൽ ശരിയുണ്ടെങ്കിൽ അത് ശരി എന്ന് പറഞ്ഞിട്ട് അവരിടും. അതിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും കാണാൻ വേണ്ടി കാത്തിരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തിനാ പിന്നെ പറയാൻ പോയത്, അവൾ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആളുകൾ അവളുടെ കമൻറ്റിൽ വന്നിട്ട് ഓരോരുത്തരും ചോദിച്ചു, അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത്, ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞു. അതിലിപ്പോൾ എന്താ ഇപ്പം എത്ര വലിയ തെറ്റുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനെങ്ങനെ അവളെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അവർ ഹയറായിട്ട് ജീവിക്കാൻ ആണെങ്കിൽ അവർ ഹയറായിട്ട് തന്നെ ജീവിക്കട്ടെ. അവൾക്ക് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇസ്ലാമിലടക്കം പറയുന്നില്ല ഡിവോഴ്സ് ചെയ്യാൻ. നമുക്ക് അവിടെ ആ ഒരു ഇതിൽ നിൽക്കാൻ പറ്റില്ല എങ്കിൽ നമുക്കത് തൊലാഖ് ചൊല്ലാം. നമുക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്കവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് സലാം പറഞ്ഞ് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരുടെ എല്ലാ ആട്ടും തുപ്പും കേട്ട് കടിച്ചു തൂങ്ങി പിടിച്ച് നിൽക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല, ഇസ്ലാമിൽ പറയുന്നില്ല. പിന്നെ എന്തിന് നമ്മൾ അങ്ങനെ ഇതായിട്ട് നിൽക്കണം? നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർത്താൽ മതി. അവൾ ആ 5 മക്കളെയും കൊണ്ട് ആ 5 മക്കളെയും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അവൾ ആത്മഹത്യയോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ ചെയ്തിട്ടില്ല. വേറൊരു വീടെടുത്ത് ആ 5 മക്കളെയും പൊന്നു പോലെയാണ് അവൾ നോക്കുന്നത്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് മാത്രം ഒരാളെ ക്രൂശിക്കുക, അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് അലക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എന്തെല്ലാം തരത്തിലാണ് അറിയോ പറയുന്നത്, ആരെയൊക്കെ വെച്ച് ഉപമിച്ചിട്ടും ആരെയൊക്കെ എന്തെല്ലാം ഇതാക്കിയിട്ടാണ് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഡിവോഴ്സ് നടക്കുന്നത് പോലെയാണ് ഓരോ ആളുകളുടെ സംസാരങ്ങളും ഓരോ ഇട്ട് ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടം ഉണ്ട്. നമുക്ക് ഈ എന്താ പറയുക, എനിക്ക് 2 മക്കളാണ്. ആ 2 മക്കളെ നമ്മൾ നോക്കി ഇതാക്കി ആ ഒരു ഇത് കൊണ്ടുപോയി എത്തിക്കുന്ന ആ ഒരു പാട് എനിക്കറിയാം. അപ്പോൾ ഈ 5 മക്കളെയും കൊണ്ട് അവൾ ആ കൊണ്ടുപോകുന്ന ആ ഒരു ഇതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ഒറ്റയ്ക്കാണ് ആ പെണ്ണ് ആ സ്ട്രഗിൾ ചെയ്തിട്ട് എന്തെല്ലാം മാനസികാവസ്ഥയ്ക്കുള്ളിലൂടെ ആയിരിക്കും ആ പെണ്ണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇടുമ്പോൾ അവളുടെ ആകെ മൈൻഡ് ഇതായി പോകും, മൈൻഡ് ഓഫായി പോകും. പിന്നെ
പറയുന്നുണ്ട് ഇവൾക്ക് അഹങ്കാരം കയറിയിട്ടാണെന്ന്. അഹങ്കാരം കയറിയിട്ടൊന്നും അല്ല. നമ്മൾ ആ ഒരു 20 വർഷം കൂടെ താമസിച്ചു ആ ഒരു ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ അതും കൂടെ കുറച്ച് ആളുകൾ കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒന്ന് മാത്രം ഓർത്താൽ മതി, ആ 5 മക്കളെയും കൊണ്ടല്ലേ ഇറങ്ങിയിരിക്കുന്നത്, എങ്ങനെ കൊത്തി വലിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കമൻറ്റുകളും കണ്ണ് ചീഞ്ഞളിഞ്ഞ് പോട്ടെ, നിനക്ക് അങ്ങനെ തന്നെ വേണം, അതാണ് ഇതാണ്. എന്തിനാണ്? നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അവരെയും ഇങ്ങനെ തന്നെ കുറ്റപ്പെടുത്തും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ മാനസികമായിട്ട് പീഡിപ്പിക്കും. അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട. ഇങ്ങനെയുള്ള കമൻറ്റ് ഇടാതെ അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ? അവരുടെ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമാണ്, അവൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭർത്താവിൻ്റെ കാര്യങ്ങളും ഇടയ്ക്ക് അവളുടെ വരും. എന്താണ് ഇത് ഇന്നയാൾ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല എന്നൊക്കെ വരും. 1-2 വർഷമല്ല ആ ഭർത്താവിനോട് ജീവിച്ചിരിക്കുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ട് ആ പെണ്ണിൻ്റെ വായിന്ന് വരും. അത് എടുത്തിട്ടിട്ട് ആളുകൾ അലക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഈ അവളെ കുറ്റപ്പെടുത്തുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞ സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ അവളെ ക്രൂശിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ അവൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ആത്മഹത്യ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാകുമായിരുന്നു. അവൾ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ആ 5 മക്കളെ ഉപേക്ഷിക്കുക ചെയ്തതാണെങ്കിൽ നിങ്ങൾ എന്താണ് കൊല്ലുക ചെയ്തതാണെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്താ പറയുക? അയ്യോ, അവൾ അത്രത്തോളം അനുഭവിച്ചിട്ടായിരിക്കും അവൾ അത് ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഭയങ്കര സിമ്പതി, ഭയങ്കര സഹതാപവും പറയും. പക്ഷെ ഇങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും ഇത് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത്രയ്ക്ക് മാത്രം അനുഭവിച്ചിട്ടായിരിക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലാതെ അവൾ അവിടെ ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ അവൾ താമസിക്കുന്ന വീട് അവൾക്ക് ഇത്രയും മോഡിഫൈ ചെയ്ത് ഇത്രയും ഇതാക്കിയിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ അത്രയും അത് സ്ട്രഗിൾ ചെയ്ത് ആ വീട് വാങ്ങിച്ച് അത്രയും അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവളുടെയും കൂടെ വീട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവളത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ എന്തിനാണ് ഇങ്ങനെ അവൾ കുത്തി നോവിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവളെ വെറുതെ വിടുക, അവളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇട്ട് പുള്ളിക്കാരി പോകുന്നുണ്ട്. മൈൻഡ് ഓക്കെ ആണെങ്കിൽ കുറേ ദിവസങ്ങൾ പിടിക്കും. പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. അത് കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു ഇത് പോകുള്ളൂ. നമുക്ക് ഈ 5 മക്കളുടെ ഉപ്പ അവരെ ഉപേക്ഷിച്ച് വരിക എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമൊന്നുമല്ല. എത്ര തന്നെ നമ്മൾ കുറ്റപ്പെടുത്താനും എത്ര തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് എപ്പോഴും നിൽക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവളെ കുറ്റപ്പെടുത്തരുത്, അവളെ വേദനിപ്പിക്കരുത്, അവളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് തൊട്ട് ഞാൻ വീഡിയോ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സിലുവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ നേരത്തെ ഹസ്ബൻഡ് കൂടെ ഉള്ള സമയത്ത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ അത് നല്ല സന്തോഷത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ട് ഫേസിൽ മാറ്റം വരും. അന്ന് നല്ല സന്തോഷവതിയാണ് പുള്ളിക്കാരി. ഇപ്പോൾ പറഞ്ഞ ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഉള്ളതും ഇപ്പോൾ ഉള്ളതും തമ്മിൽ മാറ്റം വരും. അപ്പോൾ അന്ന് ഭയങ്കര അഹങ്കാരിയായിരുന്നു. പണ്ട് നീ വലിയ അഹങ്കാരിയായിരുന്നു, ഇപ്പോൾ കണ്ടോ, ഇപ്പം നീ എല്ലാം നിൻ്റെ പോയപ്പോൾ നീ ഭയങ്കര സൗമ്യതയോടുകൂടി സംസാരിക്കുന്നു, നീ ഭയങ്കര ഇതോടുകൂടി സംസാരിക്കുന്നു, ഇപ്പോൾ ഭയങ്കര പാവമായി, നിൻ്റെ അഹങ്കാരമൊക്കെ എവിടെ പോയി, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ അന്ന് ആ ഒരു അവസ്ഥയായിരുന്നു, ഇന്ന് ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ മനുഷ്യരല്ലേ, മാറില്ലേ? മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എപ്പോഴും ഒരുപോലെ തന്നെ മനുഷ്യരിയ്ക്കുമോ? മനുഷ്യന് പല ചേഞ്ചുകളും വരും. അതിന് എന്താ ഇത്രയും വലിയ പ്രശ്നം? അതിലെന്താ ഇത്രയും വലിയ തെറ്റ് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനിയെങ്കിലും അവളെ കുറ്റപ്പെടുത്താതിരിക്കുക. അവളെ ആ 5 മക്കളെ അവൾ പൊന്നും പോലെ നോക്കുന്നില്ല, ആ ഒരു ഇത് അവൾക്ക് കൊടുക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.